ഹലോ. അപ്പം ഞാനിന്ന് നമ്മുടെ കൺമഷി കൊണ്ട് കണ്ണിൻ്റെ അടിയിൽ ഐലൈനർ എഴുതണ പോലെ എഴുതാൻ പോവുകയാണ്. ഐലൈനർ കൊണ്ടാണ് നമ്മൾ സാധാരണ ഇങ്ങനെ കണ്ണ് എഴുതാറ്. പക്ഷേ ഇതപ്പം ഞാനിപ്പോൾ കൺമഷി കൊണ്ട് ഞാൻ എഴുതി നോക്കിയാണ് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൺമഷി കൊണ്ട് എഴുതണ പോലൊക്കെ തന്നെ ഉള്ളൊരു ഡാർക്കുള്ളൂ. നമ്മൾ ഇത് ഐലൈനർ കൊണ്ട് എഴുതുമ്പം നല്ല ബ്ലാക്കായിട്ട് കിട്ടും. ഇപ്പോൾ കൺമഷി കൊണ്ട് എഴുതണ അധികം ബ്ലാക്കായിട്ട് കിട്ടില്ല. കണ്ണിൻ്റെ അകത്ത് ഇടുന്ന സാധനം ഇത് കണ്ണിൻ്റെ അകത്ത് എഴുതണ കൊണ്ട് അത്ര ഡാർക്ക് നമുക്ക് കിട്ടില്ല. ഈ കൺമഷി കാജലിൻ്റെ കൺമഷിയാണ്, പച്ച കളർ കൺമഷി. ഇപ്പോൾ ഭൂതം പോലൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കുഴപ്പമില്ല, ഭംഗിയുണ്ട്. എന്നാലും നമ്മൾ ഐലൈനർ കൊണ്ട് എഴുതണ പോലെ നല്ല ബ്ലാക്കായിട്ട് നമുക്ക് എഴുതി കിട്ടില്ല. എന്നാലും ലുക്ക് കുഴപ്പമില്ല. അതായത് ഐലൈനർ എഴുതണ പോലെ നമുക്കധികം ഡാർക്കായിട്ട് നല്ല ബ്ലാക്കായിട്ട് കിട്ടില്ല, അത്യാവശ്യം ഒരു ബ്ലാക്ക് ആയിട്ട് കിട്ടും. അപ്പോൾ ഐലൈനർ കൊണ്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ അടിയിൽ എഴുതാറ്. ഇപ്പം ഞാൻ കൺമഷി കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ജസ്റ്റ് ഇതുപോലെ മേലെ ഇതുപോലെ എഴുതാൻ വിചാരിച്ചിട്ട് എനിക്ക് അധികം ടൈം പിടിക്കും, അതുകൊണ്ട് ഞാൻ മേലെ എഴുതിയില്ല. എന്തായാലും നമ്മൾ ഐലൈനർ കൊണ്ട് എഴുതണ പോലെ അധികം ബ്ലാക്ക് ആയിട്ടാണ് കിട്ടില്ല. ഇതിൻ്റെ മേലെ കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് ഐലൈനർ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. അപ്പം നന്നായിട്ട് ബ്ലാക്ക് ആവും. നന്നായിട്ട് ബ്ലാക്ക് ആവുന്നുണ്ട്. നല്ല ഭംഗിക്ക് എഴുതിയാണെങ്കിൽ കിട്ടും. നല്ല ഭംഗിയാണ്, നല്ല രസമുണ്ട്. പക്ഷെ ഐലൈനർ എഴുതിയ പോലെയൊക്കെ അധികം അതിൻ്റെ അത്രയും ആവണില്ല. അപ്പോൾ നമുക്ക് അകത്തൊന്ന് കണ്ണ് എഴുതി നോക്കാം. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം ഇങ്ങനെ എഴുതുമ്പോൾ കുഴപ്പമില്ല, ഭംഗിയുണ്ട്. പക്ഷേ കൺമഷി എഴുതുമ്പോൾ കൺമഷിയുടെ പോലെ തന്നെ ഇരിക്കും. കാരണം ഐലൈനർ എഴുതിയ പോലെ ഇരിക്കില്ല. അപ്പം നമുക്ക് ഒന്നും കൂടി ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി കണ്ണിൻ്റെ അകത്തൊന്ന് എഴുതി നോക്കാം. കണ്ണിൻ്റെ അകത്തൊന്നും കൂടി എഴുതുമ്പോൾ ഒന്നൊരു ഡാർക്ക്നെസ് കിട്ടും. നമുക്ക് ഐലൈനറൊക്കെ ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് കൺമഷി വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോലെ കാണിക്കാം. ഐലൈനറിന് അത്ര എത്തിയില്ലെങ്കിലും അത്യാവശ്യമൊക്കെ എത്തും. അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.